നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. ഇവൻ വിവാദ വിഷയമായ ഒരടയാളവുമായിരിക്കും. അനേകം പേരുടെ ഹൃദയവിചാരങ്ങൾ ഇവനിലൂടെ വെളിപ്പെടും. കർത്താവായ ദൈവമേ, ഈ ബലിവേദിയിൽ കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ചരിക്കുവാൻ, പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലിയിലെ എല്ലാ വ്യത്യസ്ത നിയോഗങ്ങളെയും ആൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്ത്യാദരങ്ങളോടെ ഈ ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരു കീടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻ ഭാഗ്യടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങേ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയിലേക്കും ദൈവനാടൻ പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനും മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനും ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിനങ്ങേ കനിവിടും കഥകൾ കേട്ടുലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്ന പാടിടുവിൻ.
എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങേ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, പൗലോസ്ലീഹ കൊളോസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചു. സഹോദരി അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവരോട് നിർദ്ധേയമായി പെരുമാറരുത്. കുട്ടികളെ, എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. ഇത് കർത്താവിന് പ്രീതികരമത്രേ. പിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിച്ചാൽ അവർ നിരുന്മേഷരാകും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും കളകൾ പിഴുതുമാറ്റൂ. നല്ല നിലങ്ങളിൽ വീണൊരു വിത്തുപോൽ നിങ്ങൾ ഫലമേകിടൂ. വിളവിൻ്റെ നാഥന്റെ തിരുമുൻപിലായി സ്തുതിഗീതമാലപിക്കൂ. മാംസമായി മണ്ണിതിൽ അവതാരം ചെയ്തൊരു വചനം, തിരുവചനം. ജീവനും മാർഗവും സത്യവുമാകുന്ന വചനം, തിരുവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് സദാപുറം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2, 25 മുതലുള്ള തിരുവചനങ്ങൾ. ജെറൂസലേമിൽ സിമിയോൻ എന്നൊരാൾ ജീവിച്ചിരുന്നു. അവൾ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിന്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുവന്നു. സിമിയോൻ ശിശുവിനെ കൈകളിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, കർത്താവെ, അങ്ങേ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ
സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതീയർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയുമാണ്. ശിശുവിനെ കുറിച്ച് പറഞ്ഞു കേട്ടതെല്ലാം അനുസരിച്ചവന്റെ പിതാവും മാതാവും വളരെയേറെ അത്ഭുതപ്പെട്ടു. ശിമിയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വികാര വിചാരങ്ങൾ ഇവനിലൂടെ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. ഫനുവേലിന്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും ദേവാലയത്തിലുണ്ടായിരുന്നു. അവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും അവിടെ കഴിയുകയായിരുന്നു. അപ്പോൾ അവൾ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറൂസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ വെളിപ്പെടുത്തുന്ന ദനഹാകാലത്തിലേക്ക് നാം പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ജനുവരി 6-ാം തീയതിയാണ് ദനഹാ തിരുനാൾ. ചില സ്ഥലങ്ങളിൽ അതിന് രാക്കുളി പെരുന്നാൾ, യേശുവിനെ മാമോദീസ എന്നും, പ്രത്യേകിച്ചും പാശ്ചാത്യ ലത്തീൻ ക്രമം അനുസരിച്ച് പൂജരാജാക്കന്മാരുടെ സന്ദർശനവുമാണ് ദനഹായിൽ അനുസ്മരിക്കുക. ദനഹാ കാലത്തിൽ യേശുവിനെ വെളിപ്പെടുത്തുന്ന വായനകളാണ് നമ്മൾ ധ്യാനിക്കുക. ഇന്ന് നമ്മൾ ധ്യാനിച്ച വചനത്തിൽ യേശുവിനെ ലോകത്തിൽ വെളിപ്പെടുത്തുന്ന 2 പ്രവാചകന്മാരെ, ഒന്ന് ശിമിയോൻ, 2 ഹന്ന എന്ന് പറയുന്ന 2 പേർ. വചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: രക്ഷകനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന് ദൈവം പ്രത്യേകമായി അനുഗ്രഹം കൊടുത്ത ഒരു പ്രവാചകൻ. പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകനും പുതിയ നിയമത്തിലെ ആദ്യത്തെ പ്രവാചകനും എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ശിമിയോനെ വിളിക്കാം. മറിയത്തോട് മംഗളവാർത്ത, 2ാമത്തെ മംഗളവാർത്ത പറയുന്ന ശിമിയോൻ. ഇവൻ അനേകരുടെ ഹൃദയവികാര വിചാരങ്ങളെ വെളിപ്പെടുത്തും. എന്നാൽ മറിയമേ, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തെ ഇവിടെ ഒരുക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഈ 2 പേർ, ശിമിയോനും ഹന്നായും, ദൈവസന്നിധിയിൽ പ്രാർത്ഥനകളും ഉപവാസങ്ങളും ഒക്കെ നടത്തി ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന 2 പേരുടെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ നിർണായക നിമിഷമാണിത്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്: കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസരിച്ച് ഈ ദാസനെ ഇപ്പോൾ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്നാൽ സകല ജനതയ്ക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ കണ്ടു കഴിഞ്ഞു. മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ, മറ്റുള്ളവരുടെ ഉയർച്ചകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, അതുപോലെ ദൈവികമായ ഇതുപോലുള്ള കാര്യങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ ഈ ശിമിയോൻ്റെ മനോഭാവം നമുക്കുണ്ടാകണം. എന്തുകൊണ്ടാണ് ദൈവം അദ്ദേഹത്തെ ഇങ്ങനെ ഒരുക്കിയത് എന്ന് ചിന്തിച്ചാൽ, ആദ്യ ലൈനുകളിൽ നമ്മൾ കാണുന്നുണ്ട്: അവൻ നീതിമാൻ, ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ, പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കാണുവാനായി ഭാഗ്യം ലഭിച്ച ശിമിയോനെ പോലെ, യേശുവിനെ അനുഗ്രഹിക്കാനായി ഭാഗ്യം ലഭിച്ച 84-കാരിയായ വിധവയായ ഹന്നായെ പോലെ നമ്മളും അനുഗ്രഹീതരാകുവാൻ യേശുവിനെ വെളിപ്പെടുത്തുന്ന ദനഹാകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളും യേശുവിനെ വെളിപ്പെടുത്തുന്നവരായി മാറാൻ ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുൽക്കൂട്ടിൽ ജാതനായ ഈശോയെ, തിരുകുടുംബത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ടായതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈശോയുടെ കൂടെ ജീവിക്കുവാനും നല്ല മാതൃകാ മാതാപിതാക്കളായി കുഞ്ഞുങ്ങളെ വളർത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ,
തിരുകുടുംബത്തിലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങൾ തിരുകുടുംബ മാതൃകയിൽ നല്ല മാതാപിതാക്കളായി ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ കുഞ്ഞുമക്കളെയും യുവതിയുവാക്കളെയും വിദ്യാർത്ഥികളെയും അസാൻമാർഗീയതയിൽ നിന്നും സകലവിധ അശുദ്ധിയിൽ നിന്നും എല്ലാ മക്കളെയും കാക്കണമെന്നും സൽസ്വഭാവികളായി അവരെ വളർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ബലിവേദിയിൽ ഞങ്ങളുടെ എല്ലാ വ്യത്യസ്ത നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ കാണുന്നത് വരെ, ദൈവത്തിൻ്റെ അഭിഷിക്തനെ കൈകളിൽ ഏന്തുന്നത് വരെ മരിക്കുകയില്ല എന്ന് ഭാഗ്യം ലഭിച്ച ശിമിയോൻ ആ കുഞ്ഞിനെ സ്വീകരിച്ച് അനുഗ്രഹീതനായല്ലോ. ദൈവത്തെക്കുറിച്ച്, ദൈവപുത്രനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് 84 വയസ്സുള്ള ഹന്ന എന്ന് പറയുന്ന വിശുദ്ധയും അനുഗ്രഹീതയായി മാറിയല്ലോ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളും തിരുകുടുംബങ്ങളായി മാറുവാനും ദൈവം വസിക്കുന്ന ഇടങ്ങളായി മാറുവാനും മാതാപിതാക്കളും മക്കളും കുഞ്ഞുങ്ങളും സഹോദരങ്ങളും സ്നേഹത്തിൽ സാഹോദര്യത്തിൽ വളരുവാനുള്ള അനുഗ്രഹം നൽകണമേ. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്ന ഈ തിരുബലിയിൽ ഒരിക്കൽ കൂടി ശിമയോനെയും ഹന്നായെയും പോലെ ഞങ്ങളും അനുഗ്രഹീതരാകുവാൻ, യേശു വസിക്കുന്ന ഭവനങ്ങളായ ഞങ്ങളുടെ ഭവനങ്ങൾ തിരുക്കുടുംബങ്ങളായി മാറുവാനുള്ള കൃപ നൽകണമേ. ഈ ബലിയിൽ സമർപ്പിക്കുന്ന ഈ അപ്പത്തോടും വീഞ്ഞിനോടുമൊപ്പം എളിയവരായ ഞങ്ങളുടെ നിയോഗങ്ങളെ, വളരെ പ്രത്യേകമായി ബലിയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ, അർത്ഥനകളെ, പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്ത എല്ലാ മക്കളെ, രോഗികളായ സഹോദരങ്ങളെ, ഈ ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവേ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. ദൈവമാതാവാം കന്യാമേരിയേ, സ്നേഹമോടോർത്തിടാം അൾത്താരയിൽ. കന്യാമേരി തൻ ദിവ്യവല്ലഭനേ, വിനയമോടു വാഴ്ത്തിടാം അൾത്താരയിൽ. ഭാരതത്തിൻ സ്ലീഹയാം മാർത്തോമാ, സാദരം ഞങ്ങൾ നിന്നെ വാഴ്ത്തിയിടുന്നു. സ്ലീഹന്മാരെ, ധന്യരക്തസാക്ഷികളെ, ശാന്തി ഭൂവിനു കൈവരാൻ പ്രാർത്ഥിക്കണമേ. പ്രതിയടഞ്ഞവരാനന്ദ മഹിമയോടെ ദിവ്യസന്നിധിയാർന്നു കാന്തിയണിഞ്ഞിടേണം. കാരുണ്യവാനായ ലോകരക്ഷകനേ, നിത്യശാന്തി അവർക്കു നീ നൽകിടേണം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും
സകല സൃഷ്ടികളുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിനും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായ മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്കായി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തനാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. കർത്താവാം മിശിഹാതൻ കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നുമെന്നും നമ്മിലുണ്ടാകേണമെന്നുമെന്നും. ദൈവസന്നിധിയിൽ കണ്ണുകളുയർത്തിയിടുവിൻ. സ്വർഗചിന്തകളാൽ മനസ്സുകൾ നിറച്ചിടുവിൻ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ശക്തനായ ദൈവമേ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ശക്തനായ ദൈവമേ. ഹൃദയവേദികൾ തുറന്നങ്ങി വിളിക്കുന്നു ഞങ്ങൾ, ദിവ്യസന്നിധിയിൽ ചിന്തകൾ ഉയർത്തുന്നു. ലോകനായകനാം ഈശനു ബലിയണയ്ക്കുന്നു. ജീവിതം പരമനാഥനു കാഴ്ചവെക്കുന്നു. സത്യമായതു മനുഷ്യനു കടമയല്ലോ, ഭക്തി
ഭക്തിയോടുചിതമായതു ചെയ്തിടേണം. സത്യമായതു മനുഷ്യന് കടമയല്ലോ. ഭക്തിയോടുചിതമായതു ചെയ്തിടേണം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങേ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യനാമം എല്ലാ ധനങ്ങളിൽ നിന്നും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും സ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ, വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇതാ പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ,
അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇതാ പാപമോചനത്തിനായി അനേകർക്കായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ഈശോയേ, എന്റെ ദൈവമേ, ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാതലവനും പിതാവുമായ കർദിനാൾ ജോർജ് മെത്രാപ്പോലിത്തായ്ക്കും മാറാഞ്ഞിയുടെ മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവൻ വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസിനികളായ പ്രേക്ഷിതർ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർക്ക് വേണ്ടിയും പ്രത്യേകമായ ബലിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും, നേതനം, ജന്മദിനം, വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവർക്ക് വേണ്ടിയും, പ്രത്യേക നിയോഗങ്ങൾക്കായി ഈ ബലിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയും, എല്ലാ രോഗബാധിതർക്ക് വേണ്ടിയും, ഞങ്ങളുടെ ഭവനങ്ങൾ തിരുക്കുടുംബങ്ങളായി തീരുന്നതിന് വേണ്ടിയും, ഈ വർഷം മുഴുവൻ ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും പുതിയൊരു വർഷം അനുഗ്രഹത്തിന്റെ വർഷമായി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, എല്ലാ വിശ്വാസികൾക്കും വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ടും, കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങേ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങേ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങേ ദാസനുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചോടെ ഇരമ്പിൽ വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങേ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയവാതിൽ തുറക്കുമീ നിമിഷം, തിരുവോസ്തിരൂപൻ അണയും നിമിഷം. സ്വർഗീയവാതിൽ തുറക്കുമീ നിമിഷം, തിരുവോസ്തിരൂപൻ അണയും നിമിഷം. നവജീവനേകാൻ ആഹാരമായി തിരുനാഥനണയും നീ ബലിവേദിയിൽ. നവജീവനേകാൻ ആഹാരമായി തിരുനാഥനണയും നീ ബലിവേദിയിൽ. പരിശുദ്ധ പരമകാരുണ്യമേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഓ ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമകാരുണ്യമേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഓ ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈശോയെ സ്വീകരിക്കുവാൻ എൻ്റെ ഹൃദയങ്ങളെ ഒരുക്കുന്ന ഈ അമൂല്യ നിമിഷങ്ങളിൽ സഹോദരങ്ങളോടും ദൈവത്തോടും മാപ്പപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കിക്കൊണ്ട് നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്നും അങ്ങേ സ്വീകരിക്കുവാനായി ഒരുങ്ങിയ യോഹന്നാനെ പോലെ, ശിമിയോനെ പോലെ, ഹന്നായെ പോലെ ഞങ്ങളുടെ ഓരോരുത്തരും നിർമ്മല ഹൃദയമുള്ളവരായി തീരുവാൻ ദൈവകൃപ യാചിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചേർന്ന് സ്വർഗീയ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. ലോകത്തെ പ്രകാശിപ്പിക്കുകയും സ്വർഗത്തെ ഭൂമിയുമായി രമ്യതപ്പെടുത്തുകയും ചെയ്ത മിശിഹായെ, നീ അനുഗ്രഹീതനാകുന്നു. നിന്നെ അയച്ച പിതാവിനെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നു. കർത്താവെ, തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങളായി തന്ന നിന്റെ തിരുകാരുണ്യത്തിന് നന്ദി പറയുവാൻ ഞങ്ങൾ അശക്തരാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ മിശിഹായുടെ തിരുശരീരങ്ങൾ സ്വീകരിക്കാം. മിശിഹായുടെ തിരുശരീരം
കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനി ഒരു നാളും അങ്ങ് എന്നിൽ നിന്നും വേർപിരിയരുതേ. ഹാ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഹാ അറിയപ്പെടാത്ത സ്നേഹമേ, ഹാ എൻ്റെ പ്രിയനെ, അങ്ങ് എപ്പോൾ എന്നെ അങ്ങേയ്ക്കായി സ്വീകരിക്കും. ആമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ രോഗിരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനിമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങേ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ വിശുദ്ധ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പെറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ദൈവമേ, ഞങ്ങളെ പൂജയാലെ നിൻ ദിവ്യനാമം കീർത്തിച്ചു. വരവും പ്രകാശവും ജീവനും കനിവാർന്നു ഞങ്ങൾക്കു നൽകണമേ. ദൈവത്തിൻ ജനമേ, ഈ പൂജയെന്നും നമ്മിൽ പ്രസാദം ചൊരിഞ്ഞിടട്ടെ. നാം ഇന്നിറങ്ങുന്ന വീതിയിൽ വിജയം തെളിഞ്ഞു വിരിഞ്ഞിടട്ടെ. താതനും പുത്രനും ദിവ്യാത്മാവും സന്തതം നമ്മിൽ വസിച്ചിടട്ടെ. സ്വർഗീയദാനം പൊഴിഞ്ഞിടട്ടെ. ഇപ്പോഴും എപ്പോൾ എന്നേക്കും. ത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. അങ്ങനെ നിങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.